നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ എങ്ങനെയെങ്കിലും സച്ചിയുടെ ഫോണിനകത്തുനിന്ന് ആ വീഡിയോ കൈക്കലാക്കണം. ശരത്ത് പണം അടിച്ചു മാറ്റുന്ന ആ വീഡിയോ അത് കിട്ടിയിട്ട കാര്യമുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ശ്രുതി ഇങ്ങനെ തക്കം പാർത്ത് നടക്കുവാണ്. അങ്ങനെ രാത്രി ശ്രുതിക്ക് നേരം കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ജോലിക്ക് പോണല്ലോ. ജോലിക്ക് പോകാനായിട്ട് കുളിക്കാൻ പോകാനായിട്ട് ഒരുങ്ങുവാണ്. രേവതിയോട് വിളിച്ചു പറഞ്ഞു, രേവതി എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞു. അതിന് സച്ചേട്ടാ ഇപ്പൊ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാന്ന് പറഞ്ഞു. അതെ, എന്റെ ഫോണിനകത്ത് ചാർജ് ഇല്ല, നീ ഒന്ന് കുത്തിയിട്ടേക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ രേവതി എന്ത് ചെയ്തു, ഫോണൊക്കെ കൊണ്ടുപോയി മുറിയിൽ കുത്തിയിട്ടു. ഈ സമയം ശ്രുതി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. സച്ചി കുളിക്കാനായിട്ട് കയറി. ഓഹോ, ഇത് തന്നെ പറ്റിയ അവസരം. അങ്ങനെ ശ്രുതി കാത്തിരുന്ന ഒടുവിൽ എന്ത് ചെയ്തു, ആ ഫോൺ പോയി എടുക്കുവാണ്. ഫോൺ പോയി എടുത്തു. ഇതിനകത്ത് എവിടെയോ ആ വീഡിയോ ഉണ്ട്. അപ്പോഴാണ് സച്ചി ബാത്റൂമിനകത്തുനിന്ന് രേവതിയെ വിളിക്കുന്നത്. രേവതി ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞോണ്ട് ശ്രുതി ഞെട്ടിപ്പോയി. ഇപ്പോഴെങ്ങാനും രേവതി കയറി വന്ന് തന്നെ കണ്ട താൻ പിടിക്കപ്പെടും. അതും താനീ മുറിക്കാത്ത എന്താന്ന് ചോദിക്കും. ആകെപ്പാടെ നാണക്കേടാവും. ശ്രുതി പെട്ടെന്ന് എന്ത് ചെയ്തു, കട്ടിലിനടിയിലേക്ക് അങ്ങോട്ട് കയറുവാണ്. രേവതി എന്നിട്ട് എന്താ സച്ചേട്ടാ? അതെ, ഞാൻ ടവൽ എടുക്കാൻ പറഞ്ഞു, നീ ആ ടവൽ ഒന്ന് എടുത്തുതരാൻ പറഞ്ഞു. ഓ, ഈ സച്ചയുണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി ടവലൊക്കെ എടുത്തു കൊടുത്തു. ടവൽ എടുത്തു കൊടുത്ത് സച്ചി കുളിക്കാൻ കയറി. ദൈവമേ, പെട്ടോ, ഇനിയിപ്പം സച്ചി ഇപ്പോഴെങ്ങാനും ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യം തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും സച്ചി ഇറങ്ങി വരികയും ചെയ്തു. പോവാനും പറ്റിയില്ല. വല്ലാത്തൊരവസ്ഥയില് ശ്രുതി കട്ടിലിനടിയിൽ തന്നെ കിടക്കുവാണ്. ഇനി എങ്ങനെ പോവും പുറത്തേക്ക്? പുറത്തിനി ആരൊക്കെ ഉണ്ടെന്നും അറിയത്തില്ല. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ശ്രുതിക്ക്. അങ്ങനെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതിയെ സച്ചി വീണ്ടും വിളിക്കുവാണ്. അപ്പോഴേക്കും രേവതി എന്നിട്ട് എന്താ സച്ചിയേട്ടാ? അതെ, ഈ മുടി ശരിക്കും ഒന്ന് തോർത്തി തരാൻ പറഞ്ഞു. പിന്നെ ഇതിന് മാത്രം ഒന്നും തോർത്താല്ല. അതെ, നീ ആണെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ തോർത്തി തരുമെന്ന് പറഞ്ഞു. സച്ചിയുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു രേവതി തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ് സച്ചിയുടെ. ഉഫ്, എന്റെ ദൈവമേ, ഇവരെങ്ങനെയൊരു മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വേണം തനിക്കൊന്ന് ഇറങ്ങാനായിട്ട്. ഈ സമയം എങ്ങനെ സച്ചി ഫോൺ നോക്കിയാൽ തീർന്നു. അതോടുകൂടി തന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുകയും ചെയ്തു. താൻ ഈ കട്ടിലിനടിയിൽ എന്താന്ന് ചോദിച്ചാ, അയ്യോ, ആകെപ്പാടെ നാണക്കേടായല്ലോ. ഈ സമയം കഥവ് തുറന്നു കിടക്കുവാണ്. അപ്പോഴേക്കും സച്ചി പെട്ടെന്ന് പോയ കഥ അങ്ങോട്ട് ചാരുവാണ്. ഇതെന്താ? അയ്യോ, ഇനിയിപ്പൊ കഥവ് തുറന്നിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടേ അത് മതി. ഇനിയിപ്പം നമ്മൾ രണ്ടും കൂടെ ഇവിടെ ഭയങ്കര റൊമാൻറ്റിക്കാ. അമ്മയ്ക്കൊന്നും കണ്ടങ്ങ് സഹിക്കില്ല, അറിയാലോ നിനക്ക്. വേണമെങ്കിലേ നമുക്ക് കണ്ണു തട്ടും നമ്മുടെ സ്നേഹം കണ്ട് കഴിയുമ്പോ. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, അത്രയ്ക്കൊന്നും ഇല്ല സച്ചേട്ടെന്ന് പറയാ. പിന്നെ നിനക്കത് പറയാലോ എന്ന് പറഞ്ഞു. ഈ സമയം ശ്രുതി ഓർത്തു, കിട്ടിയ അവസരം മുതലെടുക്കാം. എന്താണ് ഇതിനകത്ത് വല്ല വീഡിയോസും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കാം എന്ന് കരുതിയിട്ട് കട്ടിലിന്റെ അടിയിൽ കിടന്ന് തന്നെ സച്ചിയുടെ ഫോണിനകത്ത് വീഡിയോസ് ഉണ്ടോ എന്ന് നോക്കുവാണ്. ആ സമയം ചന്ദ്രമതി ഭാമയെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഭാമേ, ഞാൻ വരാൻ ഇത്തിരി ലേറ്റ് ആവും. നീ ഒരു കാര്യം ചെയ്യുക, കുട്ടികൾ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, ഇന്നലെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി എന്താടാ രാവിലെ കടന്ന് വിളിച്ചലർന്നേ? അമ്മ ശ്രുതിയെ കണ്ടോന്ന് ചോദിച്ചു. എടാ, ഞാൻ ഇന്നലെ വൈകുന്നേരം അവള് കിടക്കാൻ പോകുന്ന സമയത്ത് കണ്ടാ, ഇന്ന് കണ്ടില്ല എന്ന് പറഞ്ഞു. എന്തിയടാ? എന്തിയെന്ന് ഞാൻ കണ്ടില്ല, ഇവിടെ എങ്ങും കാണുന്നില്ല എന്ന് പറഞ്ഞു. എടാ, അവള് ബാത്റൂമിൽ വല്ലതും ഉണ്ടോന്നൊക്കെ. ഇല്ല എന്ന് പറയണം. നീ എന്തിനാ ഇപ്പൊ അവളെ അന്വേഷിക്കുന്നേ? അമ്മേ, എനിക്കൊരു 500 രൂപ വേണമായിരുന്നു പറഞ്ഞു. 500 രൂപയോ? അതെ, ശ്രുതിയുടെ നിന്ന് വാങ്ങാനായിരുന്നു. അപ്പോഴേക്കും ഭാമയോട് പറഞ്ഞു, ഭാമേ ഞാനിപ്പോ വിളിക്കാന്ന് പറഞ്ഞ് ചന്ദ്രമതി കോള് കട്ട് ചെയ്തു. എടാ, വലിയ ബിസിനസ്മാൻ ആയിട്ട് നിന്റെ കയ്യിൽ ഒരു 500 രൂപ പോലും എടുക്കാനില്ലേ? അമ്മേ, ഇപ്പോഴെല്ലാം ഫോണിനകത്തുള്ള കളികളല്ലേന്ന് ചോദിച്ചു. ഫോണിനകത്ത്? അതേന്നെ, എല്ലാം ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ അല്ലേ, അക്കൗണ്ടിനകത്തല്ലേ പൈസ. ആരും പേഴ്സിനകത്ത് പണമൊന്നും കൊണ്ടു നടക്കില്ലല്ലോ. ഓഹോ, അപ്പൊ നീ ഒരു ചായക്കട കയറി ചായ കുടിച്ചിട്ടും എന്ത് ചെയ്യും? പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങോ, അതോ അക്കൗണ്ടിലെ പൈസ എന്ന് പറയോ? അമ്മേ, അവിടെയൊക്കെ ചായക്കടയിൽ പോലും ഇപ്പൊ ഗൂഗിൾ പേ ഉണ്ടെന്ന് പറഞ്ഞു. അതങ്ങോട്ട് കൊടുത്താൽ മതി എന്ന് പറയാണ്. ഓഹോ, ഇപ്പം നിനക്ക് എന്തിനാ പൈസ? അത് പിന്നെ ഉണ്ടല്ലോ, വണ്ടി ഇരിക്കുന്ന കാർ ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. അതിനുശേഷം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് തിരികെ പോരാനായിട്ടാ. ഓ, അപ്പൊ അതാണ് കാര്യം. അതിനാണ് 500 രൂപ ചോദിക്കുന്നത്. എന്റെ കയ്യിൽ 5 രൂപ പോലും ഇല്ലെന്ന് പറഞ്ഞു. അമ്മ ഒന്ന് നോക്കമ്മേന്ന് പറയണേ. എടാ, എന്റെ കയ്യിലില്ല. നീ ഒരു കാര്യം ചെയ്യാ, അച്ഛൻ നടക്കാൻ പോയിട്ട് ഇപ്പൊ വരും, അച്ഛനോട് നീ ചോദിച്ചു നോക്ക്. ആ, ബെസ്റ്റ്. ഞാൻ ചോദിച്ചോണ്ട് അച്ഛൻ തരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എടാ, എന്തുകൊണ്ടാ തരാത്തെ? നീ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടില്ലെന്നുള്ള കാര്യം അച്ഛനറിയാം. അതുകൊണ്ടാ അമ്മ ഒന്ന് ചോദിക്കമ്മേ. എനിക്ക് വേണ്ടല്ലേ, ഒന്ന് പോടാ അവിടുന്ന്. നിനക്ക് വേണ്ടി ഞാൻ ചോദിച്ചിട്ട് ഞാൻ ചീത്ത കേൾക്കണമല്ലേ? എൻ്റെ അമ്മ പ്ലീസ് അമ്മേ, അവളെ ഞാൻ കണ്ടില്ല, അതുകൊണ്ടല്ലേ അച്ഛൻ വരുമ്പോ ഒന്ന് ചോദിക്കണമെന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതി ചന്ദ്രമതിയുടെ മുന്നിൽ കേഴുവാണ്. അതേസമയം സച്ചിയുടെ മുടിയൊക്കെ രേവതി തോർത്തി കൊടുത്തു. അതെ, ഇത് മതി എന്ന് പറയണ. സച്ചിയുടെ ഞാന് പൂരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്,
കഴിക്കാന്ന് പറയണ. അയ്യോ ഇപ്പൊ തന്നെ സമയം പോയി, നീ ഒരു കാര്യം ചെയ്യാ, അതിങ്ങോട്ട് എടുത്തോണ്ട് വാ, ഞാന് ഡ്രസ്സൊക്കെ മാറ്റുമ്പോഴത്തേന് നീ എനിക്ക് വാരി തന്നാ മതി എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് തലമേലാതെ സമയത്ത് സച്ചേട്ടൻ എനിക്ക് വാരി തന്നല്ലോ, അപ്പൊ അതിന് പകരത്തിന് പകരമാണോന്ന് ചോദിച്ചു. അയ്യോ പകരത്തിന് പകരമൊന്നും അല്ല, എനിക്കിപ്പോ സമയമില്ലാത്തോണ്ടല്ലേ, പിന്നെ നിന്റെ കൈ കൊണ്ട് കഴിക്കുമ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടുതലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ദൈവമേ, അപ്പൊ ഇവരിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ലക്ഷണം കാണുന്നില്ല, ഓരോന്ന് പോകുമ്പോ ഓരോ കുരിശുകളാണല്ലോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ കട്ടിലിന്റെ അടിയിൽ കിടന്ന് ആലോചിക്കുക. പിന്നെ ഇനിയിപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല, വീഡിയോസ് നോക്കുക തന്നെ. അങ്ങനെ കുറെ സെർച്ച് ചെയ്യുവാണ്. അങ്ങനെ സെർച്ച് ചെയ്ത് ഒടുവിൽ എന്ത് ചെയ്തു, ആ വീഡിയോസ് കണ്ടു. സച്ചിയുടെ ഫോണിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ശരത്ത് ചന്ദ്രമതിയുടെ ബാഗ് തട്ടിപ്പറിക്കുന്നേ, ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നതൊക്കെ. ആവു രക്ഷപ്പെട്ടു, ഇത്ര സമയം താൻ അന്വേഷിച്ച വീഡിയോ ഇതാണ്. ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഇവിടെ ഒരു കലക്ക് കലക്കും ഉറപ്പായിട്ടും. സച്ചിയെ രേവതിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അമ്മ, ഇതിനു വേണ്ടിയിട്ടാ താൻ കാത്തിരുന്നേ. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്തു, ശ്രുതിയുടെ ഫോണിലേക്ക് ആ വീഡിയോ സെൻഡ് ചെയ്യാൻ ഒരുങ്ങുവാണ്. കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനിട്ട്. കൃത്യസമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി, കാരണം അതിനകത്തെ ചാർജ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത്ര സമയം ഫോൺ കുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ ശ്രുതി ഫോൺ എടുത്തില്ലായിരുന്നോ, അതുകൊണ്ട് ആ കൃത്യസമയത്തിന് ചാർജും തീർന്നു. ഇശോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? അതിനടുത്തെത്തിയതായിരുന്നു. ഒരു മിനിറ്റും കൂടെ ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ ആ വീഡിയോ തന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യായിരുന്നു, താൻ രക്ഷപ്പെട്ടായിരുന്നു. പക്ഷെ കഷ്ടകാലം, എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ശ്രുതിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ നടക്കാൻ പോയിട്ട് അങ്ങോട്ട് വരുവാണ്. അപ്പോഴേക്കും ശ്രുതി എന്നിട്ട് ചോദിച്ചു, അല്ല ശ്രുതിയെ കണ്ടായിരുന്നോന്ന് ചോദിച്ചു. എടാ ഞാന് കഴിഞ്ഞ 1 വർഷമായിട്ട് അവളെ കാണുന്നതല്ലേ, ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. അതല്ല അച്ഛാ, ഇന്ന് കണ്ടായിരുന്നോന്ന് ചോദിച്ചേ. എടാ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അല്ല നീ എന്തിനാ ഇപ്പൊ ശ്രുതിയെ അന്വേഷിക്കുന്നത്, അവളെ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും ഞാൻ അവളെ കണ്ടില്ല എന്ന് പറഞ്ഞു. എന്താടാ ഇത്ര അത്യാവശ്യം? അത് പിന്നെ അച്ഛൻ്റെ ഒരു 500 രൂപയ്ക്ക് ചില്ലറ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് രവീന്ദ്രൻ പറഞ്ഞു, ഒരു 300 രൂപ കാണുമെന്ന് പറയാം അച്ഛാ. എങ്കിൽ ആ 300 രൂപ തരാൻ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യാം, ആദ്യം എനിക്ക് 500 രൂപ താ, എങ്കിലല്ലേ എനിക്ക് ചില്ലറ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് പിന്നെ അച്ഛാ, പൈസ എൻ്റെ ഇപ്പൊ ഇല്ല, ഞാൻ വൈകുന്നേരം തരാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൈസ ഇല്ല, ഞാനും വൈകുന്നേരം തരാന്ന് പറഞ്ഞു. അച്ഛാ അതല്ല അച്ഛാ, പിന്നെയോ? അത് പിന്നെ അച്ഛാ, എടാ നീ കാര്യം എന്നാ പറ, ഞാൻ വൈകുന്നേരം തരാം. എടാ അതല്ലേ ഞാൻ പറഞ്ഞത്, എൻ്റെ ഇപ്പൊ ഇല്ലെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ ഇപ്പം അച്ഛൻ്റെ ഉണ്ടെന്ന്. ആഹാ, അതൊക്കെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ ഈ പൈസ തന്നാലോ നിനക്ക് ഞാൻ പൈസ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയല്ലേ, എനിക്കറിയാം. ഇപ്പൊ സച്ചിക്കായിരുന്നെങ്കിൽ അച്ഛൻ കൊടുക്കുമായിരുന്നല്ലോ. അതെ, ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, സച്ചി എന്നോട് പൈസ ചോദിക്കാൻ വരാറില്ല. ഇനിയിപ്പൊ അവൻ എന്തെങ്കിലും കാര്യത്തിൽ മേടിച്ചാൽ തന്നെ കൃത്യമായിട്ട് തരും, അല്ലാതെ നിന്നെ പോലെ എടുത്തോണ്ട് ഓടത്തൊന്നുമില്ല. നീ 1ഉം 2ഉം അല്ല, രൂപ 50 ലക്ഷം എനിക്ക് തരാനുള്ളേ. ഓ, എനിക്ക് അച്ഛന്റെ പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എടാ നീ 50 ലക്ഷം ഇങ്ങ് തന്നിട്ട് ഇത് പറയുമായിരുന്നേരത്ത് ന്യായം ഉണ്ടായിരുന്നു. നീ വേണ്ടെന്ന് പറയുമ്പോഴേ എനിക്ക് പേടി, കാരണം വേണ്ടെന്ന് പറയുമ്പോ സൂക്ഷിക്കണമല്ലോ. അത് കേട്ടപ്പോഴത്തേനും ശ്രുതിക്ക് ദേഷ്യം വന്ന് ശ്രുതി പറഞ്ഞു, അച്ഛാ എന്നെ അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട, എനിക്ക് ആരുടെയും പൈസ വേണ്ട, ഞാനേ എൻ്റെ ഭാര്യയോട് ചോദിച്ചോളാം. ശ്രുതിന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് ശ്രുതി പോവാണ്. അങ്ങനെ പിന്നീട് സച്ചി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുറിയിലേക്ക് ചെന്നു. ശ്രുതി വിളിക്കുവാണ്. അപ്പോഴേക്കും സച്ചി തിരിഞ്ഞു നോക്കി, എന്താടാ? അല്ല ശ്രുതി ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. എടാ നിനക്ക് ഇത്രയ്ക്ക് വിവരം ബോധമൊന്നും ഇല്ലേ? ഒന്നുമില്ലേലും വിദ്യാഭ്യാസം ഉള്ളവനല്ലേ നീയാ. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്തിനാണാ ശ്രുതി ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നത്, അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലേന്ന് ചോദിച്ചു. ബുദ്ധി ഇല്ലാത്തവന്. ഓ ശരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് തിരികെ പോയി. അപ്പോഴേക്കും ശ്രുതിക്കാണ് വല്ലാത്തൊരു ടെൻഷൻ. ദൈവമേ, ഇവിടുന്ന് എങ്ങനെ ഇറങ്ങും? തന്നെ അന്വേഷിക്കാനും തുടങ്ങി, പണി പാളിയോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. അപ്പോഴേക്കും രേവതി മുറിയിലേക്ക് കയറുന്നു. എന്നാ സച്ചേട്ട കഴിക്കാൻ പറയണ. രേവതി നീ വാരി തരാൻ പറഞ്ഞു. അങ്ങനെ സച്ചിക്ക് രേവതി വാരി കൊടുക്കുകയാണ്. ഈ സമയത്ത് കട്ടിലിനടി കിടന്ന് ശ്രുതി മനസ്സിൽ പറയാം, ഓഫ് എന്റെ ദൈവമേ, 2 കൂടെ മുറി വെച്ചാൽ കഴിക്കാൻ പറ്റുള്ളൂ. ആ ഡൈനിങ് ടേബിളിൽ അങ്ങോട്ടേ വെച്ച് കഴിക്കുവാണെങ്കിൽ തനിക്ക് ഇവിടുന്ന് എങ്ങനെയല്ലോ ഒന്ന് പുറത്ത് കിടക്കായിരുന്നു. പക്ഷെ അതെങ്ങനെയാ, പോവണ്ടേ, രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. ആ സമയം സച്ചി രേവതിയോട് പറഞ്ഞു, അതെ ഈ പൂരി മസാല പോലെയാ നമ്മളൊന്ന് പറയണം. പൂരി മസാല പോലെയോ? അതേന്നേ, നീ മസാല ഞാൻ പൂരി, രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഉള്ളെന്ന് പറയണം. അതും പറഞ്ഞിട്ട് രേവതിക്ക് ഇത്തിരി എടുത്ത് വായിലേക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ അവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള കഴിപ്പും കാര്യങ്ങളൊക്കെയാണ് നടക്കണേ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, അതെ ഞാൻ പോകാനിറങ്ങുക സച്ചിട്ട, ഒരു പൂരിയും കൂടെ കഴിച്ചിട്ട് പോയാൽ മതി. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ സമയം പോയി, നീ എന്റെ ഫോൺ ഇങ്ങ് എടുക്കാൻ പറയണം. ശ്രുതി ഞെട്ടി, ദൈവമേ ഇപ്പൊ തന്നെ ഫോൺ തപ്പും, ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? തന്റെ കയ്യിലാ ഫോണും ഇരിക്കുന്നേ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഫോൺ എവിടെ? നീ അല്ലേ കുത്തിയിട്ടെന്ന് ചോദിച്ചു. രേവതി ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ ഫോൺ കാണുന്നില്ല. സച്ചിയുടെ ഞാൻ ഇവിടെ കുത്തിയിട്ടായിരുന്നു, ഫോൺ ഇവിടെ ഇല്ലോന്ന് പറയണം. പിന്നെ നീ വേറെ എവിടെയെങ്കിലും ആയിരിക്കും കൊണ്ട് കുത്തിയിട്ടെ, പോയി നോക്കാൻ പറയണം.
രേവതി പിന്നീട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവിടെയൊക്കെ പോയി നോക്കുവാണ്. സച്ചി നോക്കിയിട്ട് കാണുന്നില്ല. ഇതെവിടെ പോയി? പിന്നീട് രവീന്ദ്രൻ ചോദിച്ചു എന്താ മോളെ നോക്കണമെന്ന് ചോദിക്കുക. സച്ചിയുടെ ഫോൺ കണ്ടില്ല എന്ന് പറയണം. അപ്പോഴേക്കും ഫോൺ അവിടെ ഉണ്ടോ രേവതിയും ചോദിച്ചിട്ട് സച്ചിയും കൂടെ ഇറങ്ങിപ്പോയി. അപ്പോഴാണ് ശ്രുതിക്ക് ഒരു സമാധാനം വന്ന്. ദൈവമേ, ഈ ഗ്യാപ്പിൽ എങ്ങനെയെങ്കിലും ഇറങ്ങിയേ മതിയാവുള്ളൂ. അതും ഓർത്തോണ്ട് ശ്രുതി പെട്ടെന്ന് കട്ടിലിനടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നീട് ഫോൺ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ശ്രുതി നേരെ ടെറസിലേക്ക് പോവാണ്, ആരും കാണാതെ. ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, എടാ നിന്റെ ഫോൺ ഇത് എവിടെ പോകാൻ, അവിടെ ഒരു നോക്ക്. അപ്പോഴേക്കും സച്ചി ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറച്ചു മുമ്പ് ഇവൻ എന്റെ മുറി വന്നേ ഈ സുധിയാന്ന് പറയണ. സുധിയെ കണ്ടുപിടി. പിന്നെ നിന്റെ ഫോൺ അടിച്ചു മാറ്റിയിട്ട് വേണ്ട എനിക്ക് എന്തെങ്കിലും കിട്ടാനായിട്ട്. ഒരു പൊട്ട ഫോൺ ആർക്ക് വേണം എന്നൊക്കെ പറയണം. എടാ നീ അതല്ല അതിലപ്പുറം ചെയ്യും, വേണമെങ്കിൽ അതും കൂടെ കൊണ്ടേ വിറ്റ് കാശാക്കും എന്നൊക്കെ പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ഒന്ന് മുറിയിൽ പോയി നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയണം. അങ്ങനെ രേവതി സച്ചിയും കൂടെ മുറിയിലേക്ക് പോയി. ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. ശ്രുതിയെ കണ്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി ചോദിച്ചു, നീ ഇത് എവിടെയായിരുന്നു? ഞാനേ ടെറസിലായിരുന്നു. മുടി കഴുകി കഴിഞ്ഞപ്പം ഉണങ്ങാനായിട്ട് ടെറസിൽ വെയിൽ കൊള്ളാനായിട്ട് പോയതാന്ന് പറയണം. ഓ, പ്രത്യേകിച്ച് അങ്ങനെ സംശയങ്ങളും കാര്യങ്ങളും ഒന്നും ശ്രുതിക്ക് തോന്നിയില്ല. ശ്രുതി പറഞ്ഞു, ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചെന്നറിയാവോ എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ടേബിളിൽ ഫോൺ ഇരിക്കുന്നുണ്ട്. സച്ചേട്ടാ എവിടെയാ നോക്കിയത്? ഇത് കണ്ടോ ഇവിടെ ഫോൺ ഇരിപ്പിട്ടായിരുന്നു പറഞ്ഞു. അപ്പൊ നീയല്ലേ ആദ്യം നോക്കിയിട്ട് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേ. അത് പിന്നെ ചിലപ്പം സച്ചേട്ടൻ വല്ല ഡ്രസ്സും അതിന് മോളിൽ കൊണ്ടിട്ട് കാണും, അതുകൊണ്ടായിരിക്കും കാണാതിരുന്നേന്നൊക്കെ പറയാണ്. ഈ സമയത്ത് രക്ഷപ്പെട്ടെന്നൊരു സമാധാനത്തിലായിരുന്നു ശ്രുതി. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷെ എങ്ങനെയെങ്കിലും ആ വീഡിയോ അടിച്ചു മാറ്റിയാൽ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരട്ടെ. ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയും കാര്യങ്ങളൊക്കെ കാണുന്നേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.